അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ക്ഷമയുടെ പാഠങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പാഠങ്ങളാണ് ആ ജീവിതത്തിലൂടെ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആ ഒരു ജീവിതമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. പ്രധാനമായിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മനോഹരമായിട്ടുള്ള ക്ഷമയാണ്. അതിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു പോയിന്റാണ് നമ്മൾ ആ ജീവിതത്തിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായിട്ടും 4 സ്ഥലത്താണ് കടന്നു വരുന്നത്. സൂറത്തുൽ നിസാ 4-ാമത്തെ അധ്യായം, അതേപോലെ തന്നെ സൂറത്തുൽ അൻആം. ഈ 2 സൂറത്തുകളിൽ ചെറിയ തോതിലും പ്രധാനമായിട്ട് ആ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് മറ്റുള്ള 2 സൂറത്തുകളാണ്. സൂറത്തു സ്വാദ് പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം, സൂറത്തു സ്വാദിന്റെ 43 മുതലുള്ള ആയത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചരിത്രം വിശദമായിട്ട് സൂചിപ്പിച്ചത് സൂറത്തുൽ അംബിയ ആണ്, 21-ാമത്തെ അധ്യായം, സൂറത്തുൽ അംബിയന്റെ 83 മുതലുള്ള ആയത്തുകൾ. ഈ 2 ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വായിക്കുക. അതിനുശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് തുറന്നു വെച്ചതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുക. കാരണം ആ ഒരു ഭാഗത്തെ ബേസ് ചെയ്തിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു മുഴുനീള സംസാരം മുന്നോട്ട് പോവുക. അപ്പോൾ സൂറത്ത് സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രം, സൂറത്ത് സ്വാദിന്റെ ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ച സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കഥ പറഞ്ഞതിന് ശേഷം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് ദിക്റാലി ഉലിൽ അൽബാബ്, ഈ കഥയിൽ അതല്ലെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് നിരവധി ഉത്ബോധനങ്ങൾ, നിരവധി ദിക്റുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിരവധി മെഡലുകൾ, നിരവധി സർട്ടിഫിക്കറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായിട്ട് ഇന്നാ വജദ്നാഹു സ്വാബിറൻ, അദ്ദേഹം അങ്ങേയറ്റം ക്ഷമയുള്ളവനായിട്ട് ഞാൻ കാണപ്പെട്ടു. ആ ക്ഷമയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ്. അപ്പം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ഷമ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രകീർത്തിക്കുന്നതായിട്ട് ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംബന്ധിച്ച് നിഅമൽ അബ്ദ്, എത്ര നല്ല അടിമയായിരുന്നു അയ്യൂബ്. അതേപോലെ തന്നെ ഇന്നഹു അവ്വാബ്, അദ്ദേഹം അവ്വാബ്, നിരന്തരം അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനായിരുന്നു. ഇതേ രൂപത്തിലുള്ള നിരവധി മെഡലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവാചകന് നൽകിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ വാഴ്ത്തലുകൾ ഈ ഒരു പ്രവാചകന് നൽകാനുള്ള കാരണം? അതറിയണമെങ്കിൽ ആ ഒരു ജീവിതം ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പ്രകാരം നമ്മൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലേക്കൊന്ന് ഓടിച്ചു നോക്കുന്ന സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ജോബ് അല്ലെങ്കിൽ ഇയ്യോബ് പ്രവാചകൻ, ആ രൂപത്തിലാണ് ബൈബിൾ വിളിക്കപ്പെട്ടത്. ഈ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വംശാവലിയിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. അദ്ദേഹം ജനിച്ചു ജോർദാൻ പ്രദേശത്തുള്ള ഒരു ഭാഗത്തായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ഭാര്യ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വംശാവലിയിൽ വരുന്ന ഒരു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ. അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുകയാണ്. ബൈബിൾ പഴയ നിയമത്തിൽ ഇയ്യോബിന്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം, 42ഓളം അധ്യായങ്ങളുള്ള ഒരു ഗ്രന്ഥം തന്നെ അതിൽ കാണാൻ സാധിക്കും. അത് നമ്മൾ ആ ഒരു ഭാഗം വായിക്കുകയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ്. എല്ലാം നൽകി, അതായത് ദുനിയാവിലെ ഉള്ള അലങ്കാരങ്ങളെല്ലാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അദ്ദേഹത്തിന് സൗന്ദര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബൈബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി കാലി സമ്പത്തുകൾ, ആടുമാടുകൾ, ആയിരക്കണക്കിന് ആടുകൾ, അതേപോലെ തന്നെ 7ഓളം സന്താനങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ്. അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തി ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ സീനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുള്ള എല്ലാ സീനത്തുകൾ, അലങ്കാരങ്ങളും അദ്ദേഹത്തിന് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നൽകി എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലുടനീളം ആ നാട്ടിലുള്ള ആളുകളെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമായിരുന്നത്ര, അതായത് എത്ര നല്ല വ്യക്തിയാണ്, ദൈവം എത്രത്തോളം, അള്ളാഹു എത്രത്തോളം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. ഈ രൂപത്തിലുള്ള സംസാരങ്ങളെ നാട്ടുകാർ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമായിരുന്നു എന്നുള്ള. അപ്പം എല്ലാം നൽകി അനുഗ്രഹിച്ചു. പിന്നീട് ഇപ്പം നമുക്കറിയാം പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി പിന്നീട് ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമുക്കറിയാം ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്.
വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ. ആ ഓരോ പരീക്ഷണങ്ങളിലും ആ പ്രവാചകന്മാരുടെ പ്രതികരണങ്ങൾ വിശ്വാസികൾക്കുടനീളം മാതൃകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരീക്ഷണങ്ങളും അവരുടെ പ്രതികരണങ്ങളെല്ലാം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വേണ്ടി ഉദ്ധരിക്കുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് വിശ്വാസികളായിട്ടുള്ള നമുക്ക് നിരവധി റോൾ മോഡലുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകന്മാരാണ് ഏറ്റവും കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക. അശദ്ദുൽ ബലാ അൽ അംബിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഠിന പരീക്ഷണങ്ങൾ അവരാണ് നേരിടേണ്ടി വരിക. അതുകൊണ്ടാണ് അവരുടെ റാങ്ക് അള്ളാഹുവിന്റെ കണ്ണിൽ എത്രയേറെ ഉയരാനുള്ള കാരണം. എത്രത്തോളം പരീക്ഷണ വിധേയമാകുന്നോ, എത്രത്തോളം ആ പരീക്ഷണത്തിൽ ക്ഷമ കൈയടക്കുന്നോ, അത്രത്തോളം അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മുടെ റാങ്ക് ഉയരുകയാണ്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് തിരിച്ചെടുക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്, അദ്ദേഹത്തിന്റെ കച്ചവടം തകരുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃഷി മുഴുവനും ഒരു തീയോ മറ്റോ വന്നിട്ട് അത് മുഴുവൻ നശിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലി സമ്പത്ത്, ആടുമാടുകളെല്ലാം ഒരു രോഗം വന്ന് മുഴുവനും ചത്തൊടുങ്ങുകയാണ്. ആ സമ്പത്ത് മുഴുവനായിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ തുടങ്ങി. ആ സന്ദർഭത്തിലും അദ്ദേഹം അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് ചിന്തിച്ച് അള്ളാഹുവിന് നന്ദിയുള്ളൊരു ദാസനായിട്ട് അടിയുറച്ച് നിൽക്കുകയാണ്. വീണ്ടും ആ പരീക്ഷണത്തിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകപ്പെട്ട അദ്ദേഹത്തിന്റെ സന്താനങ്ങളെ ഓരോന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കാൻ തുടങ്ങി. ആ സന്താനങ്ങളാകുന്ന അലങ്കാരം അത് ഓരോന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ ഓരോ സന്താനങ്ങൾ മരണപ്പെടാൻ തുടങ്ങി. ആ സന്ദർഭത്തിലും അദ്ദേഹം പതറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ആ പരീക്ഷണത്തിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവാൻ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ശരീരമാസകലം ഒരു പ്രത്യേക രോഗം ബാധിക്കുകയാണ്. ആ രോഗത്തെ സംബന്ധിച്ച് ബൈബിൾ, നമ്മൾ യോബിന്റെ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ രോഗത്തെ സംബന്ധിച്ചുള്ള ചില വിവരണങ്ങൾ, അതായത് ശരീരത്തിലെ ഒരു പ്രത്യേകതരം പുണ്ണ്, അതേ രൂപത്തിലുള്ള ഒരു തരം വ്രണം, അതേ രൂപത്തിലുള്ള വിശദീകരണങ്ങളെല്ലാം കാണാൻ സാധിക്കും. അല്ലാഹു അലം, പരിശുദ്ധ ഖുർആൻ രോഗമെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ തഫ്സീറുകളെല്ലാം സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള മേഖലകളിലുടനീളം ബാധിക്കുന്ന ഒരു പ്രത്യേക രോഗം അദ്ദേഹത്തിന് ബാധിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, തുടക്കത്തിൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എല്ലാം നൽകപ്പെട്ടവനായിരുന്നു. പക്ഷേ പിന്നീട് അടുത്ത പോയിന്റിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് മാറുകയാണ്. വല്ലാത്ത പരീക്ഷണമാണ്. കാരണം ഇപ്പൊ നമ്മൾ ദാരിദ്ര്യത്തിൽ ജനിച്ചു വീഴുന്നതും അതേ സന്ദർഭത്തിൽ സമ്പന്നതയിൽ ജനിച്ചതിന് ശേഷം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. ജനിച്ചു വീഴുന്നത് ഓൾറെഡി ദാരിദ്ര്യത്തിലാണെങ്കിൽ പിന്നെ ആ ദാരിദ്ര്യം അത്രയേറെ പ്രയാസം സൃഷ്ടിക്കില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ സമ്പന്നത ആസ്വദിച്ചതിന് ശേഷം പിന്നീട് ജീവിതത്തിൽ പെട്ടെന്ന് ആ ഗ്രാഫ് കുത്തനെ താഴേക്ക് പോവുകയാണെങ്കിൽ അത് വല്ലാത്ത പരീക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാട്ടെ. അല്ലാഹുമ്മ ആമീൻ. അപ്പം അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെടുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട ആ സന്ദർഭത്തിൽ നാട്ടിലുള്ള ആളുകളെല്ലാം പറയാൻ തുടങ്ങി, എത്ര മോശം വ്യക്തിയാണ് ഇദ്ദേഹം. ദൈവം അദ്ദേഹത്തെ അങ്ങേയറ്റം വെറുക്കുന്നുണ്ടാകും. എന്തോ കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തെ വെറുക്കുന്നുണ്ടാകും. അതല്ലാതെ ഈ രൂപത്തിൽ ഇത്രയും കഠിനമായിട്ടൊരാളെയും പരീക്ഷിക്കൽ, ആ രൂപത്തിലുള്ള കമന്റുകളായി നാട്ടുകാർ പറയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇതേ രൂപത്തിൽ ശരീരമാസകലം ഒരു രോഗം ബാധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, നാട്ടുകാർ ഉപേക്ഷിച്ചു, നാട്ടിൽ നിന്ന് അവർ പുറത്താക്കുകയാണ്. അതായത് അദ്ദേഹം ഒരു മോശം സൈനായിട്ട്, ഒരു ദുശ്ശകുനായിട്ട് കണ്ടിന് ഔദുബില്ല. ആ രൂപത്തിൽ ചിന്തിച്ച് നാട്ടുകാർ ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം ഒരു വിദൂര പ്രദേശത്ത് പോയി ജീവിക്കേണ്ടി വരാൻ. അദ്ദേഹം ആ വിദൂര പ്രദേശത്ത് ഭാര്യയുടെ കൂടെ ആ ഒരു കാലഘട്ടത്തുടനീളം അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ഭാര്യയും അദ്ദേഹവും വളരെ വിദൂരത്തുള്ള ഒരു പ്രദേശത്ത് പോയിട്ട് താമസിക്കേണ്ടി വരാൻ. പിന്നീട് ദിവസങ്ങൾ പിന്നിടുന്നതിനനുസരിച്ച് അവരുടെ ആ സാഹചര്യം, ജീവിത സാഹചര്യ പരീക്ഷണത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു വരാൻ. വർഷങ്ങൾ കടന്നു പോവാണ്. ചില തഫ്സീറുകൾ 10 വർഷത്തോളം അല്ലെങ്കിൽ 7-10 നിരവധി അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. 10ഓളം വർഷം ഈ ഒരു രോഗബാധിതനായിട്ട് ഈ ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോകേണ്ടി വരാൻ. ഈ കാലഘട്ടത്തുടനീളം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പരിചരിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ്. ഭാര്യ മറ്റുള്ള ഓരോ വീട്ടിലെല്ലാം പോയി അധ്വാനിച്ച് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ഭർത്താവിനെ ആ സന്ദർഭത്തിൽ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവരെ പരിചരിക്കുകയാണ് ഭാര്യ ചെയ്തത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒരു ഘട്ടത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അദ്ദേഹം കിടപ്പിലാവാൻ. ആകെ അദ്ദേഹത്തിന്റെ ആ ഒരു നാവ് മാത്രമാണ് അനങ്ങുന്നത്. ആ നാവ് കൊണ്ട് ആ സന്ദർഭത്തിലുടനീളം അദ്ദേഹം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. സദാ സന്ദർഭത്തിലും
അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം അവിടെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഘട്ടത്തിൽ സ്വയായിട്ടുള്ള ഉദ്ധരണി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കണം. ഒരു ഘട്ടത്തിൽ ഭാര്യ പറഞ്ഞു, ബൈബിളിൽ ഇതേ സംഭവം വായിക്കാൻ സാധിക്കും. ഭാര്യ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, ഇത്രത്തോളം കഠിനമായിരിക്കുന്ന ഈ ഒരു വേളയിൽ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു ഇതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല? ഈ അവസ്ഥയെ തൊട്ട് ഈ അവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാത്തത്? ഭാര്യ ആ രൂപത്തിൽ സംസാരിച്ച സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയോട് ചോദിക്കാണ്, എത്ര വർഷമാണ് നമ്മൾ സുഖസൗകര്യങ്ങളോട് കൂടെ ജീവിച്ചത്? അതായത് ഈ ഒരു പരീക്ഷണം നേരിടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ എത്ര വർഷമാണ് ഇവിടെ ജീവിച്ചത്? ആ സന്ദർഭത്തിൽ ഭാര്യ മറുപടി പറഞ്ഞു, നമ്മൾ 70 വർഷത്തോളം സുഖസൗകര്യങ്ങൾ ആസ്വദിച്ച് ജീവിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, ഈ രോഗം വന്നതിന് ശേഷം നമ്മൾ എത്ര വർഷമായി? 7-10 വർഷങ്ങൾ മാത്രമാണ്. ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയോട് ചോദിക്കാണ്, അത്രയേറെ കാലം നമ്മൾ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ, ഇത്രയും കാലം നമ്മൾ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ ആസ്വദിച്ചു. ആ സന്ദർഭത്തിൽ നമ്മളൊന്നും പരാതി പറഞ്ഞില്ല. ഈ ഒരു രൂപത്തിൽ ഒരു ചെറിയ കാലഘട്ടം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരല്പം പരീക്ഷിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഈ രൂപത്തിൽ നമ്മൾ പരാതി പറയുകയാണോ? സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഹുസ്നുൽ ദന്ന്, അള്ളാഹുവിനോടുള്ള അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ബന്ധമെല്ലാം ആ സംസാരം കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ചെറിയ കാലഘട്ടം പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇതേ രൂപത്തിൽ പ്രതികരിക്കുകയാണോ എന്നാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അങ്ങനെ പ്രയാസം കൂടിക്കൂടി വരികയാണ്. പിശാച് നിരന്തരം ഈ ഒരു സന്ദർഭത്തിൽ, നമുക്കറിയാം ജീവിതത്തിൽ നമുക്ക് ഇതേ രൂപത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ പിശാച് നിരന്തരം പ്രലോഭനങ്ങളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പിശാച് നിരന്തരം പ്രലോഭിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വിശദീകരിക്കും. ആയത്തുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അത് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിശാച് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കീഴടക്കാൻ സാധിച്ചില്ല. അവസാനം പിശാച് ഭാര്യയിലൂടെ ആ പ്രലോഭനങ്ങളുമായിട്ട് വരികയാണ്. ഭാര്യയെ തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ ആ രോഗം മാറാൻ വേണ്ടി എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പിശാച് നിരന്തരം ഭാര്യയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏത് രൂപത്തിലാണെന്ന് അള്ളാഹു ആലം കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ഏതായിരുന്നാലും പിശാചിന്റെ പ്രലോഭനങ്ങൾ, അതേ രൂപത്തിൽ നിരന്തരം പ്രലോഭനങ്ങൾ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ആ രോഗം മാറാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രവൃത്തി, പിശാച് നിർദ്ദേശിക്കപ്പെട്ട ഏതോ ഒരു പ്രവൃത്തി ചെയ്യാമെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ അഭിപ്രായം ചോദിക്കാൻ. ആ ചോദിച്ച ഉടനെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അങ്ങേയറ്റം ദേഷ്യം വരികയാണ്. ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ രൂപത്തിൽ എങ്ങനെയാണ് നിനക്ക് സംസാരിക്കാൻ സാധിക്കുക? എനിക്കെങ്ങാനും എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ, ഞാൻ ആരോഗ്യത്തോടു കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതിന് നിന്നെ 100 അടി അടിക്കുമായിരുന്നെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശപഥം ചെയ്യാൻ. നിന്നെ ഞാൻ 100 അടി അടിക്കുമായിരുന്നെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദേഷ്യം കാരണം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു പോവാൻ. ആ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ അവസാനം തിരിച്ചു വരും. അങ്ങനെ ദിവസങ്ങൾ പിന്നീടാണ് പരീക്ഷണത്തിന്റെ കാഠിന്യം വീണ്ടും വർദ്ധിക്കുകയാണ്. ഒരിക്കൽ ആ ഭാര്യ ആ ഒരു കാലഘട്ടത്തുടനീളം നാട്ടിലുള്ള ഓരോ വീട്ടിൽ പോയിട്ട് അവിടെ ജോലി ചെയ്ത് അധ്വാനിച്ച് കിട്ടുന്ന ആ പണം കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ടാണ് ഭർത്താവിനെ പരിചരിക്കുന്നത്. ഒരല്പകാലം കൂടെ കഴിഞ്ഞ സന്ദർഭത്തിലാണ് നാട്ടിലുള്ള ആളുകൾ അവർക്ക് ജോലിയും നൽകാതെയായി. അതായത് സമ്പൂർണ്ണമായിട്ട് അവരെ ബഹിഷ്കരിക്കാൻ വേണ്ടി നാട്ടുകാർ തീരുമാനിക്കാൻ. അങ്ങനെ മുഴുപട്ടിണിയിലായിട്ട് ദിവസങ്ങൾ പിന്നിടേണ്ടി വരാൻ. ഒരു ഘട്ടത്തിൽ ഭാര്യ ഒരുപാട് ഭക്ഷണവുമായിട്ട് വീട്ടിലേക്ക് കയറി വരാൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, എവിടുന്നാണ് ഇത്രത്തോളം ഭക്ഷണം? ഇത് വാങ്ങാനുള്ള പണം നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? ഭാര്യ എത്രയായിട്ടും ആ പണത്തിന്റെ സ്രോതസ് അവർ പറയുന്നില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കഴിക്കാൻ വിസമ്മതിക്കുകയാണ്. അതായത് അദ്ദേഹം നിർബന്ധിക്കുകയാണ്, എവിടെ നിന്നാണ് ഈ പണം ലഭിച്ചതെന്ന് നീ പറയണം. നിർബന്ധിച്ച സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ അവരുടെ ആ തലയിലുള്ള ആ തട്ടം ഉയർത്തി കാണിച്ചു. ആ ഉയർത്തി കാണിച്ച സന്ദർഭത്തിൽ അവരുടെ മുടി മുഴുവൻ വടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തലയിൽ ഒരല്പം പോലും മുടിയില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ കാഴ്ച വല്ലാതെ വേദനിപ്പിച്ചു. അതായത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഭാര്യ ഈ ഒരു പട്ടിണി കാരണം അവസാനം തന്റെ മുടി മുഴുവനും അത് ഷേവ് ചെയ്തെടുത്ത് അത് വിറ്റ് അതുകൊണ്ട് ലഭിച്ച പണം കൊണ്ടാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം വാങ്ങിയത്. ഈ ഒരു കാഴ്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അങ്ങേയറ്റം വിഷമിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കുക, മനോഹരമാണ്. കാരണം
ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തമായിട്ട് അത്രയും വിഷമം താങ്ങാൻ സന്നദ്ധരാണ്. പക്ഷേ കുടുംബത്തിന്, നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾക്കോ ഭാര്യക്കോ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ പല സന്ദർഭത്തിൽ നമ്മൾ അങ്ങേയറ്റം തളർന്നു പോകും. സ്വന്തമായിട്ട് എത്രയും ഏറ്റുവാങ്ങാം, പക്ഷേ നമ്മളുടെ കീഴിൽ ജീവിക്കുന്ന ഭാര്യക്കോ അല്ലെങ്കിൽ സന്താനങ്ങൾക്കോ അവർക്ക് വല്ല പ്രയാസം വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് വല്ലാതെ പതറിപ്പോകുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിന പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാട്ടെ. അപ്പം ഈ ഒരു ഭാര്യയുടെ ഒരു അവസ്ഥ കണ്ട സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റം വിഷമം വന്ന് ആ ഒരു പോയിന്റിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈ ഉയർത്തുകയാണ്. അവിടെ വെച്ചിട്ടാണ് അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ സംസാരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്. അവിടെ വെച്ചുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് തന്റെ ആ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയന്റെ 83-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഉദ്ധരിക്കുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. സൂറത്തുൽ അംബിയന്റെ 83-ാമത്തെ വചനം, അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. അതാണ് പ്രാർത്ഥന, മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുക, വളരെ എളുപ്പമാണ്. അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റാഹിമീൻ. ആ പ്രാർത്ഥനയുടെ കൂടുതൽ വിവരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ പ്രാർത്ഥിക്കുന്ന ആ സാഹചര്യത്തെ ഒരിക്കൽ കൂടെ ഞാൻ ഉണർത്തുകയാണ്. അതായത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്പൂർണനായിട്ട് രോഗബാധിതനായിട്ട് അവിടെ കിടക്കുകയാണ്. ശരീരത്തെ ആന്തരികവും ബാഹ്യവുമായിട്ട് ശരീരത്തെ രോഗം അദ്ദേഹത്തെ വലയം ചെയ്തിട്ടുണ്ട്. തന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും മറ്റൊരാളെ ഭാര്യ ആശ്രയിക്കേണ്ട വിധം നാവ് മാത്രം ചലിക്കുന്ന രൂപത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കിടക്കുകയാണ്. രോഗം അദ്ദേഹത്തെ സമ്പൂർണമായിട്ട് വലയം ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് റബ്ബിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന നോക്കുക. അന്നി മസ്സനിയ ദുർറ്. മസ്സ എന്ന് വെച്ചാൽ ഭാഷയിൽ ചെറുതായിട്ടൊന്ന് സ്പർശിക്കുക. അതിനാണ് മസ്സ എന്നുള്ള പദം കൊണ്ട് വിഭജിക്കുന്നത്. ഭാഷയിൽ സ്പർശനത്തെ, കോണ്ടാക്ടിനെ സൂചിപ്പിക്കുന്ന നിരവധി ലമസ എന്നുള്ള പദം. അതേപോലെ തന്നെ ശക്തമായിട്ട് രൂപത്തിലാണെങ്കിൽ ഇൽത്തഖ, മറജൽ ബഹ്റൈനി യൽത്തഖിയാൻ, ആ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മസ്സ എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. സൂറത്ത് മറിയമിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം സലാമുൻ അലൈഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ആ സംസാരിക്കുന്ന സന്ദർഭത്തിൽ വലം യംസസ്നി ബഷർ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറുതായിട്ടൊന്ന് രോഗം എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്നാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ചെറുതായിട്ട് രോഗം സ്പർശിക്കുകയാണോ ചെയ്തത്? ഇപ്പോൾ നമുക്കൊരു പനിയോ ജലദോഷമോ വരുന്നത് പോലെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രോഗത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ സാഹചര്യത്തെ കൃത്യമായിട്ട് അതേ രൂപത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയേണ്ടിയിരുന്നത് അന്നി ലൊറബനിയൽ ദുർറ്, അല്ലെങ്കിൽ അന്നി ഖതലനിയൽ ദുർറ്, അല്ലെങ്കിൽ അന്നി അഹലക്കനിയൽ ദുർറ്. എന്നെ ഈ രോഗം സമ്പൂർണമായിട്ട് കീഴടക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ രോഗം കാരണം ഞാനിതാ മരണപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്നെ സമ്പൂർണമായിട്ട് ആ രോഗം നശിപ്പിച്ചിരിക്കുന്നു. ആ രൂപത്തിലായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയേണ്ടിയിരുന്നത്. പക്ഷേ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത് അന്നി മസ്സനിയൽ ദുർറ്, എന്നെ ചെറുതായിട്ട് രോഗം സ്പർശിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മുഴുവൻ ഒരു തട്ടിൽ വെച്ച് ആ ഒരു തട്ടിൽ അനുഗ്രഹങ്ങൾ മുഴുവൻ വെച്ച് ആ രോഗത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ ആ രോഗം ഒരു ചെറിയ പ്രയാസം മാത്രമാണ്. അത്രയേറെ അനുഗ്രഹങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആസ്വദിക്കുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ ഗ്ലാസ്സിലൂടെ ആ രോഗത്തിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ അത് ചെറിയൊരു പ്രയാസം മാത്രമാണ്. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ ഭാര്യയോട് പറഞ്ഞ വാക്ക് ഇവിടെ ചേർത്ത് വെക്കുക. ഭാര്യ വന്ന് പ്രാർത്ഥിക്കാൻ ആദ്യത്തെ തവണ പറഞ്ഞ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, എത്ര കാലാണ് നമ്മൾ അള്ളാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചത്. കഴിഞ്ഞ 70 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഒരു തട്ടിലും അള്ളാന്റെ ഈ ഒരു ചെറിയ പരീക്ഷണം മറ്റൊരു തട്ടിലും വെക്കുന്ന സന്ദർഭത്തിൽ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം ഒരു അന്നി മസ്സനിയൽ ദുർറ്, ചെറുതായിട്ടൊന്ന് സ്പർശിക്കുക മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അത്ര വലിയ പ്രതിസന്ധിയിലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ള അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്,
അതാണ് മസ്സ എന്നുള്ള പദം ക്യാച്ച് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരാൻ. പലപ്പോഴും നമുക്കൊന്നും അതിന് സാധിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ പ്രയാസം മാത്രമാണ് നോക്കുന്നത്. മറ്റുള്ള നൽകപ്പെട്ട 10,000-കണക്കിന് ഇൻ തഅദു നിഅമത്തുല്ലാഹി ലാ തഖ്സു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ലാ തുഖ്സുഹ, നിങ്ങൾ ഇൻ തഅദു നിഅമത്തുല്ലാഹ്, നിങ്ങൾ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താം. അത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടാകും. അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾ മറന്ന് ആ പ്രതിസന്ധി അല്ലെങ്കിൽ ആ പ്രയാസം മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ അനുഗ്രഹങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ്, അനുഗ്രഹങ്ങളിലൂടെയാണ് ആ രോഗത്തിലേക്ക് നോക്കുന്നത്. അതുകൊണ്ടാണ് അന്നീ മസ്സനിയൽ ദുർറ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം മനോഹരാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്, വ അൻത അർഹമുർ റാഹിമീൻ, നീ അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അത് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന അവസാനിക്കുകയും ചെയ്യാണ്. അത്ഭുതം എന്താന്ന് വെച്ചാൽ ആ പ്രാർത്ഥനയിൽ രോഗം മാറണമെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം മാറ്റിത്തരാൻ വേണ്ടി യാതൊന്നും അതിൽ പറയുന്നില്ല. എന്റെ രോഗം മാറ്റിത്തരണം അത്തരത്തിൽ യാതൊന്നും പറയുന്നില്ല. മറിച്ച് കേവലം വ അൻത അർഹമുർ റാഹിമീൻ, നീ അങ്ങേയറ്റം കരുണയുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, അതിമനോഹരാണ്. കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം, അതാണ് ആ പ്രാർത്ഥന തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. റഹ്മ എന്നുള്ള പദം നമുക്കറിയാം. ഞാൻ നേരത്തെ സൂറത്ത് റഹ്മാന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയുണ്ടായി. അതായത് ആ റഹിം എന്നുള്ള ഗർഭപാത്രം എന്നുള്ള പദത്തിൽ നിന്നാണ് റഹ്മാൻ എന്നുള്ള പദം പോലും കടന്നു വരുന്നത്. അപ്പൊ എന്റെ പ്രയാസങ്ങൾ, എന്റെ ദുഃഖം, എന്റെ പ്രതിസന്ധി, എന്റെ രോഗം, അത് എന്നേക്കാൾ, എന്റെ മാതാവിനേക്കാൾ എന്നെ മനസ്സിലാക്കാനും എന്നെ സ്നേഹിക്കാനും കഴിയുന്നവരാണ് എന്റെ റബ്ബ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്റെ മാതാവിനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബിന് എന്റെ പ്രയാസങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കുക, അപ്പൊ നമ്മുടെ ഉമ്മയുടെ മുമ്പിൽ, നമ്മൾ അതിയായി സ്നേഹിക്കുന്ന മാതാവിന്റെ മുമ്പിൽ നമ്മൾ ചില സന്ദർഭത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് പോയി നിന്നാൽ, ഇപ്പൊ എന്തെങ്കിലും വിശപ്പോ എന്തെങ്കിലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്ന് നമ്മൾ പോയി നിന്നാൽ തന്നെ അത് പറയാതെ തന്നെ നമ്മുടെ ഉമ്മാക്ക് മുഖം നോക്കി അത് വായിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ വിശപ്പും നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമ്മൾ പറയാതെ തന്നെ നമ്മുടെ മുഖത്ത് നോക്കി മാതാവിന് വായിച്ചെടുക്കാൻ സാധിക്കും. അതാണ് മാതാവും മകനും തമ്മിലുള്ള ബന്ധം. അതിലപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ആ ബന്ധം കൃത്യമായിട്ട് അത് ഉൾക്കൊണ്ടതുകൊണ്ടാണ് അൻത അർഹമുർ റാഹിമീൻ, അങ്ങേയറ്റം കരുണയുള്ളവനാണ്. ആ കാരുണ്യം കാരണം, നിന്റെ കാരുണ്യം കാരണം നിനക്കറിയാം ഏത് രൂപത്തിലുള്ള സഹായം, കാരുണ്യാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് വേണ്ടതെന്ന്, അതെനിക്ക് നൽകണമെന്ന് ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അടുത്ത ആയത്ത് 84-ാമത്തെ ആയത്ത് സൂറത്തുൽ അംബിയ ആണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ചുരുങ്ങിയ പദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രയാസം, ഇന്നീ മസ്സനിയൽ ദുർറ്, എന്നെ ചെറുതായിട്ടൊന്ന് രോഗം സ്പർശിച്ചിരിക്കുന്നു, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈയുയർത്തി ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കുകയാണ്. 84-ാമത്തെ ആയത്തിൽ ഫസ്തജബ്നാ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ഉത്തരം നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയത് പറഞ്ഞ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ആയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർത്തൊരു പദം റഹ്മത്തൻ മിൻ ഇൻദിന, റഹ്മത്തൻ മിൻ ഇൻദിന, അള്ളാഹുവിൽ നിന്നുള്ള ആ കാരുണ്യം, അതിന്റെ ഭാഗമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ ഉത്തരം നൽകുകയാണ്. അപ്പൊ നേരത്തെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭത്തിലും അതേ പദം, അതായത് അൻത അർഹമുർ റാഹിമീൻ, അള്ളാഹിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയ സന്ദർഭത്തിൽ അതേ കാര്യം എടുത്തു പറയാണ്, റഹ്മത്തൻ മിൻ ഇൻദിന, അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് ഫസ്തജബ്നാ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ ഉത്തരം നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് പദങ്ങൾ, ആ രണ്ട് പ്രാർത്ഥനയിലും ഉത്തരത്തിലും അതേ പദം ആവർത്തിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആ ആയത്തിലേക്ക് പിന്നീട് നമ്മൾ തിരിച്ചു വരും. അപ്പൊ എങ്ങനെയാണ് ഉത്തരം നൽകിയത്, അതിന്റെ വിശദ രൂപം നമ്മൾ ലഭിക്കണമെങ്കിൽ സൂറത്ത് സ്വാദിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. സൂറത്ത് സ്വാദിന്റെ 42-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായിട്ട് അവിടെ കിടക്കുകയാണ്. ശരീരഭാഗങ്ങൾ കഷ്ടിച്ച് അനക്കാൻ കഴിയാത്ത രൂപത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരാണ്, ഉർക്കുദു ബിരിജ്ലിക്, നീ നിന്റെ കാലുകൊണ്ട് അടിക്കുക. അതായത് കിടക്കുന്ന ആ സ്ഥലത്ത് കിടന്നുകൊണ്ട് തന്നെ ആ കാലൊന്ന് നിലത്തൊന്ന് അടിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൽപ്പിക്കുകയാണ്. ഇതുപോലെ എന്താ വെച്ചപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, കുട്ടിയായിരുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുതായിട്ട് ആ കാലിട്ടടിച്ച സന്ദർഭത്തിൽ അവിടെ സംസം നുരഞ്ഞു പൊന്തിയതുപോലെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതായിട്ട് ആ കാലൊന്ന് നിലത്തടിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ. നിലത്തടിച്ച സന്ദർഭത്തിൽ അവിടെ തണുത്തുറഞ്ഞ് അല്ലെങ്കിൽ ഒരു തണുത്ത ഉറവ അവിടെ ഉയർന്നു പൊന്താൻ തുടങ്ങി.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്, ആ വെള്ളം അകത്തേക്ക് കുടിക്കാനും അതേപോലെ തന്നെ ആ വെള്ളം കൊണ്ട് കഴുകാനും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൽപ്പന നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭാര്യ ഈ സന്ദർഭത്തിൽ മറ്റെന്തോ ആവശ്യത്തിന് പുറത്തുപോയ സന്ദർഭത്തിലാണ് ഇതെല്ലാം അവിടെ അരങ്ങേറുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൽപ്പന, ആദാ മുഗ്തസലും ബാരിദും വശറാബ്. മുഗ്തസൽ കുളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വെള്ളമെടുത്ത് ശരീരമാസകലം തേക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, അതേപോലെ തന്നെ അത് കുടിക്കാനും. കാരണം എന്താന്ന് വെച്ചാൽ ആ രോഗം അത്രത്തോളം അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വെള്ളം അകത്തേക്ക് കുടിക്കുന്ന സന്ദർഭത്തിൽ അകത്തുള്ള, അതായത് ശരീരത്തിന്റെ ആന്തരികമായിട്ടുള്ള ഭാഗത്തുള്ള മുഴുവൻ കുറവുകൾ അല്ലെങ്കിൽ രോഗവും മാറാൻ അത് കാരണമായിത്തീരും. അതേപോലെ തന്നെ പുറത്തേക്ക് ശരീരത്തിന്റെ ബാഹ്യഭാഗത്ത് അദ്ദേഹത്തെ ബാധിച്ചിട്ടുള്ള രോഗങ്ങൾ അത് മാറാൻ വേണ്ടി ആ വെള്ളം പുറത്തേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് ഏറ്റവും വലിയൊരു മുഅ്ജിസത്താണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ സംസം അതേ രൂപത്തിലാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അതേപോലെ മാഹു സംസം ലിമാ ശുരിബ ലഹു, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനു വേണ്ടി ആ വെള്ളം ഉപകരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു വലിയ മുഅ്ജിസത്താണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് നേരിട്ട് ആ രോഗശമനം നൽകായിരുന്നു. പക്ഷെ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ കിടക്കുന്ന സന്ദർഭത്തിൽ ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു കാര്യം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സ്വയം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കാൻ. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായിട്ട് നൽകുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ എഫോർട്ട് അതിന് വേണ്ടതുണ്ട്, ചെറിയൊരു പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറയുന്നുണ്ട്, ഇഖ്തിൽഹാ വ തവക്കൽ, നമ്മൾ അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്ന സന്ദർഭത്തിലെല്ലാം നമ്മുടെ ഭാഗത്തു നിന്നും നമ്മുടേതായിട്ടുള്ള ചെറിയൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതുണ്ട്. അത് മുഅ്ജിസത്തിന്റെ കാര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ആ രൂപത്തിലാണ് ആ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിന്റെ സമീപത്ത് എത്തിയ സന്ദർഭത്തിൽ ആ കടൽ നേരിട്ട് പിളർത്തുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വടി കൊണ്ട് അവിടെ അടിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ഭാഗം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറിയം സലാമുൻ അലൈഹി അവരുടെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിലും സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, സൂറത്ത് മറിയമിന്റെ 25-ാമത്തെ വചനം, മറിയം സലാമുൻ അലൈഹി അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരം തന്നിലേക്ക് പിടിച്ചു കുലുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തിന്റെ കാര്യത്തിൽ പോലും ചെറുതായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു ശ്രമം നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വെള്ളം എടുത്ത് ശരീരത്തിൽ പുരട്ടി അകത്തേക്ക് കുടിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രോഗം സമ്പൂർണമായിട്ട് അവിടെ മാറുകയാണ്. രോഗമെല്ലാം മാറി അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിട്ട് മാറുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം പറയാണ്, ആ ഭാര്യ ആവശ്യമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഒരു സുന്ദരനായിട്ട് ഒരു യുവാവായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഭാര്യക്ക് അത് തന്റെ ഭർത്താവാണെന്ന് തിരിച്ചറിയുന്നില്ല. ഭാര്യ വന്നിട്ട് അവരോട് അവിടെ നിൽക്കുന്ന ആളോട് ചോദിക്കാണ്, ഇവിടെ എൻ്റെ ഒരു രോഗിയായിട്ടുള്ള ഒരു ഭർത്താവിനെ ഇവിടെ ഞാൻ കടത്തിയിരുന്നു, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിരുന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അപ്പൊ ഭാര്യ അങ്ങേയറ്റ അമ്പരപ്പെട്ട് ഭാര്യ ഭർത്താവിനെ കൃത്യമായിട്ട് ആ സന്ദർഭത്തിൽ ഭാര്യ തിരിച്ചറിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് അതിനുശേഷം ആരോഗ്യം തിരിച്ചു കിട്ടി. അതേപോലെ തന്നെ ആരോഗ്യം എല്ലാം അവർക്ക് തിരിച്ചു ലഭിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലും സൂറത്തു സ്വാദിലും, രണ്ട് സൂറത്തിലും ഒരേ രൂപത്തിൽ, സൂറത്തുൽ അംബിയാഇന്റെ 43-ാമത്തെ വചനം, സൂറത്തു സ്വാദിന്റെയും 43-ാമത്തെ വചനം, ആ രണ്ട് ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ രൂപത്തിൽ വവഹബ്നാ ലഹു മിസ്ലഹു മഅഹും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അവർക്ക് ആദ്യം നൽകിയതിനേക്കാൾ അതിന് തുല്യമായിട്ട്, അതായത് ആദ്യത്തേക്കാൾ ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിരിച്ചു നൽകാൻ തുടങ്ങി. അതായത് ഓരോന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ തിരിച്ചെടുത്തു, ആ തിരിച്ചെടുത്തതെല്ലാം ഇരട്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് തിരിച്ചു നൽകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഓരോന്നായിട്ട് തിരിച്ചു നൽകാൻ തുടങ്ങി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ക്ഷമക്കുള്ള, അതായത് ഒരല്പകാലത്ത് അവരുടെ ആ ക്ഷമക്കുള്ള പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആരോഗ്യം തിരിച്ചു കിട്ടി, സമ്പത്ത് തിരിച്ചു കിട്ടി. ഇപ്പൊ ബൈബിൾ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിന്റെ അവസാനത്തെ അധ്യായം 42-ാമത്തെ അധ്യായത്തിലെ 12 മുതലുള്ള വചനങ്ങൾ അവിടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും 12,000,
അതിനുശേഷം 14,000 ആടുകൾ, അതേപോലെ തന്നെ കഴുതകൾ, അതേപോലെ തന്നെ നിരവധി വമ്പിച്ച കാലി സമ്പത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ചു എന്നുള്ള. അപ്പൊ തുടക്കത്തിൽ 7,000 ആയിരുന്നു, പിന്നീട് അവസാനമായ സന്ദർഭത്തിൽ 14,000 ആടുകളായിട്ടത് വർദ്ധിച്ചു എന്നുള്ള. പിന്നീട് ലഭിച്ചത് 14,000. അതേപോലെ തന്നെ അവർക്ക് പിന്നീട് നിരവധി സന്താനങ്ങൾ, 7 പുത്രന്മാരും 3 പുത്രിമാരും പിറന്നു. ആ നാട്ടിൽ, അതായത് ആ നാട്ടിലെ ഏറ്റവും സുന്ദരിമാരായിട്ടുള്ള 3 പുത്രിമാരും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയെന്നെല്ലാം ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഇരട്ടിയായിട്ട് ആ സന്ദർഭത്തിൽ തിരിച്ചു നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ചില തഫ്സീറുകൾ അദ്ദേഹത്തിന്റെ ആ പ്രായം പോലും, അതായത് വാർദ്ധക്യഘട്ടത്തിലാണ്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല 20 വയസ്സ് കുറച്ച് യുവത്വത്തിലേക്ക് തന്നെ, അതായത് യുവത്വം പിന്നീട് അവർക്ക് വീണ്ടും നൽകിയെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അതുമായിട്ട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു ഹദീസ് സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ ഈ രോഗമെല്ലാം മാറി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അനുഗ്രഹങ്ങളെല്ലാം തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അദ്ദേഹം നഗ്നനായിട്ട് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മൾ വസ്ത്രം ഇടാതെ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന യഹ്തസിലു ഉറിയാനൻ, അതായത് അദ്ദേഹം നഗ്നനായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫഖറ അലൈഹി ജറാദും മിൻ ദഹബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണം കൊണ്ടുള്ള വെട്ടുകിളികൾ അദ്ദേഹത്തിന്റെ മീതെ മഴ പോലെ വർഷിക്കാൻ തുടങ്ങി. സ്വർണം കൊണ്ടുള്ള ജറാദ്, അതായത് വെട്ടുകിളി, അതിന് സമാനമായിട്ടുള്ള സ്വർണം അദ്ദേഹത്തിന്റെ മീതേക്ക് ആകാശലോകത്ത് നിന്ന് ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി എന്നുള്ള. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ, അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, നഗ്നനായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയെല്ലാം മറന്ന് ധൃതിയോടുകൂടെ അത് ഓരോന്നായിട്ട് പൊറുക്കാൻ ധൃതിപ്പെടാൻ. ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അയ്യൂബ്, നിനക്ക് ഇതല്ലാതെ തന്നെ ഞാൻ ഒരുപാട് നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇതേ രൂപത്തിൽ ധൃതിപ്പെട്ട് താങ്കൾ ഇങ്ങനെ ഇതെല്ലാം ശേഖരിക്കുന്നത്? ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബലാ വ ഇസ്സത്തികോ, അല്ലാഹ് നിന്റെ പ്രതാപമാണ്, നീ നൽകുന്ന അനുഗ്രഹം, നിന്റെ കയ്യിൽ നിന്നും നീ നൽകപ്പെടുന്ന അനുഗ്രഹം, അത് എത്ര ലഭിച്ചാലും ഞാൻ അതിന് ആവശ്യക്കാരനാണ്. അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഓ അല്ലാഹ്, നീ നേരിട്ട് നൽകുന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് നീ എത്ര നൽകിയാലും ഞാൻ അതിന് ആവശ്യക്കാരനാണെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞതല്ല സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കുന്നല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചെറിയൊരു പരീക്ഷണത്തിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ പിന്നീട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ തിരിച്ചു നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായ ഇന്ന മഅൽ ഉസ്രി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏതൊരു പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ക്ഷമിച്ചതിന് പിന്നീട് ആ പരീക്ഷണത്തിന്റെ ഇരട്ടിയായിട്ട് അനുഗ്രഹങ്ങൾ നൽകുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള റൂളാണ്. സുബ്ഹാനല്ലാഹ്. അത് ഈ ലോകത്ത്, അതല്ലെങ്കിൽ മരണാന്തര ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ഷമക്ക് നിങ്ങൾ പ്രതിഫലം കാണുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു, അപ്പോൾ ഈ ഒരു പരീക്ഷണ കാലഘട്ടത്തിലുടനീളം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ അദ്ദേഹത്തെ കൂടെ നിന്ന് പരിചരിക്കുകയാണ്. അതും മനോഹരമായിട്ടുള്ള പാഠം. ഇപ്പോൾ നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ സുഖവും ദുഃഖവും ഒരുപോലെ പങ്കിടാനുള്ളതാണ് ആ ഭാര്യ ഭർത്ത ബന്ധം എന്നുള്ളത്. പലപ്പോഴും ഇപ്പൊ ഇന്നത്തെ ഒരു മോഡേൺ ഏജിൽ പല സന്ദർഭത്തിലും രോഗബാധിതനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്ന ഭാര്യമാർ, നേരെ തിരിച്ചും ഭാര്യമാർക്ക് രോഗം വന്നാൽ പിന്നീട് ആ ഭാര്യമാരെ അവഗണിക്കുന്ന ഭർത്താക്കന്മാർ ഇന്നത്തെ ലോകത്ത് പല സന്ദർഭത്തിലും വാർത്തയാകാറുണ്ട്. അപ്പൊ അവിടെയല്ല, അതായത് ജീവിതത്തിൽ സന്തോഷത്തെക്കാൾ ഉപരി ദുഃഖം വരുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിലാണ് ആ സ്നേഹം നമ്മൾ പ്രത്യേകമായിട്ട് കാണിക്കേണ്ടതും പരസ്പരം തുണയായിട്ട് മാറേണ്ടതല്ല. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദാമ്പത്യ ജീവിതം നമുക്ക് നൽകിയിട്ടുള്ള തസ്കുനു ഇലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് റൂമിൽ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാര്യ ഭർത്തൃ ബന്ധത്തെ ആ രൂപത്തിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ ആ ഒരു ജീവിതത്തിൽ പ്രതിസന്ധി കാലഘട്ടത്തുടനീളം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭാര്യ പരിചരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ആ ഭാര്യയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിക്കാൻ. അത്ഭുതമാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ നിങ്ങൾ ഓർക്കുന്നില്ല, നേരത്തെ പറഞ്ഞു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രോഗബാധിതനായിട്ടുള്ള കിടക്കുന്ന സന്ദർഭത്തിൽ ഭാര്യ എന്തോ ഒരു കാരണത്താൽ ഭാര്യയെ അദ്ദേഹം കോപിച്ച സന്ദർഭത്തിൽ നിന്നെ ഞാൻ 100 അടി അടിക്കുമെന്നൊരു ശപഥം ചെയ്തിരുന്നു. അപ്പൊ 100 അടി അടിക്കും എന്നുള്ളത് ആ ഒരു വികാരത്തിന്റെ പുറത്താണ് പറഞ്ഞതെങ്കിലും നമുക്കറിയാം സാധാരണക്കാരത് പറഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ പ്രവാചകന്മാർ എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് റോൾ മോഡലായിട്ട് വരേണ്ട ആളുകളാണ്. ഇപ്പൊ പ്രവാചകന്മാരുടെ ശബ്ദം എന്നുള്ളത് സാധാരണക്കാരെ പോലെയല്ല, അവര് പറയുന്നത് അങ്ങേയറ്റം ഗൗരവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രൂപത്തിലുള്ള ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ രോഗം മാറിയ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നിറവേറ്റേണ്ടതുണ്ട്.
നിറവേറ്റേണ്ടതുണ്ട്. പക്ഷേ ആ നിറവേറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ ശബദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു വഴി, ഒരു എക്സിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുകയാണ്. അതാണ് സൂറത്ത് സ്വാദിന്റെ 44-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഫഖുദ് ബിയദിക ളിഅസൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദ്രിബ് ബിഹി വലാ തഹ്നുസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതായത് നീ ഒരു ചെറിയ പുല്ല്, അതായത് വൈക്കോലിന്റെ കഷ്ണം എടുത്ത് നീ അതേ രൂപത്തിൽ അടിക്കുക. 100 അടി ആ വൈക്കോൽ തുമ്പ് കൊണ്ട് ചെറുതായിട്ട് അടിക്കുക. ആ അടിക്കുന്ന സന്ദർഭത്തിൽ ആ ശബ്ദം അതോടുകൂടെ വീടിയെന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വലാ തഹ്നസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നീ ശബ്ദം ലംഘിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചുകൊണ്ട് ശബ്ദം ചെയ്യുകയാണെങ്കിൽ ആ ശബ്ദം ലംഘിക്കാൻ പാടില്ല. പ്രവാചകനോടുള്ള കൽപ്പനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ശബ്ദം അത് നടത്തിയത് കൊണ്ട് തന്നെ അത് നിർവഹിക്കാൻ, അതിൽ നിന്ന് അത് ആ ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തൊരു വഴി, ഒരു ചെറിയ പുൽക്കൊടി എടുത്തിട്ട് 100 അടി ഭാര്യ അടിക്കുന്നതായിട്ട് അതേ രൂപത്തിൽ അടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇന്നാ വജദ്നാഹു സ്വാബിറൻ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അനുഗ്രഹങ്ങൾ നൽകാനും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം ഇന്നാ വജദ്നാഹു സ്വാബിറൻ, ഞാൻ നിന്നെ ക്ഷമാശീലനായിട്ട് കണ്ടു. ഈയൊരു രോഗബാധിത കാലഘട്ടത്തിലുടനീളം അങ്ങേയറ്റം ക്ഷമ അവലംബിച്ചത് കൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള കാരണം. നിഅമൽ അബ്ദ്, എത്ര നല്ല അടിമ, എത്ര നല്ല അടിമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാഴ്ത്തുകയാണ്. ഇന്നഹു അവ്വാബ്, അദ്ദേഹം നിരന്തരം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ്. അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ഭാഗത്ത് കടന്നു വരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഈ ഒരു കഥയിലുള്ള മനോഹരമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട പാഠങ്ങളാണ് അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഒരു ചരിത്രം നൽകുന്ന മനോഹരമായിട്ടുള്ള പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവിടെ പറയപ്പെട്ട ഒരു പദം നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് പറഞ്ഞു ദിക്റാലി ഉലിൽ അൽബാബ്, അതായത് ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ചരിത്രത്തിൽ നിരവധി ദിക്ർ, നിരവധി ഉത്ബോധനങ്ങളുണ്ട് എന്നുള്ള. അപ്പൊ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിരവധി വിലപിടിപ്പുള്ള ഉത്ബോധനങ്ങൾ വിശ്വാസികൾക്ക് അതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. ഈ മുഴുനീള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനെ 2 വാക്കുകളിലേക്ക് നമുക്ക് സംഗ്രഹിക്കാൻ സാധിക്കും. ആ 2 വാക്കുകൾ ബലാ സബർ, അതായത് പരീക്ഷണവും ക്ഷമയും. അതാണ് പ്രധാനപ്പെട്ട ഈ കഥയുടെ ഹൈലൈറ്റ്. വിശ്വാസികൾ വ്യത്യസ്ത രൂപത്തിൽ ദുനിയാവിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പരീക്ഷണ വിധേയമാക്കും. ആ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ ക്ഷമയാകുന്ന ആയുധം ഏത് രൂപത്തിലാണ് മുറുകെ പിടിക്കേണ്ടത്, അതെല്ലാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ക്ഷമയുമായിട്ട് മുന്നേറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ നൽകി ആ ക്ഷമക്ക് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അത് ഏത് രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതെല്ലാം ഈ ഒരു മനോഹരമായിട്ടുള്ള കഥയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാൻ പറയാറുള്ളത് പോലെ. അപ്പോൾ നിങ്ങളൊരു ശക്തമായിട്ടുള്ള അതിതീക്ഷ്ണമായിട്ട് രോഗം ബാധിച്ച് നിങ്ങൾ ആ രോഗമാകുന്ന പരീക്ഷണം കൊണ്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ സന്താനങ്ങളും സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് അത്തരത്തിലുള്ള ഒരു പരീക്ഷണം നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട്. അതേപോലെ തന്നെ അകാരണമായിട്ട് നാട്ടുകാരും വീട്ടുകാരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്കും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള പാഠമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവന്റെ ഒരു ചിത്രമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, ഇപ്പൊ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രം പറയുന്നതിന് തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേർവിരുദ്ധമായിട്ട് ദുനിയാവിലെല്ലാം നേടിയൊരു വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലുടനീളം അധികാരമെല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ എല്ലാം ലഭിച്ച സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസനായിട്ട് ജീവിച്ച ഒരു ചിത്രം ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഉടനെ തന്നെ നേർവിരുദ്ധമായിട്ട് അടുത്ത കഥയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നഷ്ടപ്പെട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബുദ്ധിയിൽ തൃപ്തിപ്പെട്ട് ക്ഷമ മുറുകെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിയ മറ്റൊരു ദാസന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ പറയാൻ. നേർവിരുദ്ധമായിട്ട് 2 ഓപ്പോസിറ്റ് ചിത്രങ്ങൾ, ആ 2 ചിത്രങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് നിരവധി പാഠങ്ങൾ വ്യത്യസ്ത ചിത്രങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ വ്യത്യസ്ത ചിത്രങ്ങൾ നൽകി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കഥ, ആ മുഴുനീള കഥ നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് നമ്മളൊന്ന് പിറകിലേക്ക് പോവുകയാണെങ്കിൽ അതിലുള്ള പാഠങ്ങൾ ചികഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ആ കഥ ഉടനീളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ
ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ ധാരാളം സമ്പത്ത് നൽകി. ആ സമ്പത്തും അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ച സന്ദർഭത്തിൽ അതിലേക്ക് നോക്കി അവിടെയുള്ള ആളുകൾ ആ പറഞ്ഞ കമന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എത്ര നല്ല വ്യക്തിയാണ്, ദൈവം അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. ആ രൂപത്തിലെല്ലാം നാട്ടുകാർ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ നോക്കി അവർ പ്രതികരിച്ചിരുന്നു. പക്ഷെ അതേ സന്ദർഭത്തിൽ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായിട്ടുള്ള പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട സന്ദർഭത്തിൽ അതേ ആളുകൾ അത് നോക്കിയിട്ട് ദൈവം അങ്ങേയറ്റം കോപിക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം, അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ശക്തമായിട്ടുള്ള പരീക്ഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതെന്ന് അതേ നാട്ടുകാർ പിന്നീട് നടത്തുന്ന കമന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കഥയിൽ നമുക്കുള്ള വലിയൊരു പാഠം എന്താന്ന് വെച്ചാൽ, ഒരിക്കലും സമ്പത്തും അല്ലെങ്കിൽ ദുനിയാവിലുള്ള നിരവധി അനുഗ്രഹങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മീതെ തൃപ്തിപ്പെട്ടു എന്നുള്ളതിന്റെ അടയാളമായിട്ട് ഒരിക്കലും മനസ്സിലാക്കാതിരിക്കുക. ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ ആ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മീതെ തൃപ്തനാണ് എന്നുള്ളതിന്റെ അടയാളം, എന്നുള്ളതിന്റെ സൈനല്ല. സമ്പത്ത് പല സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് നൽകിയേക്കാം. ഇപ്പൊ സൂറത്തുൽ കഹ്ഫിൽ ആ ഒരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭത്തിലും ഈ രൂപത്തിൽ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൂറത്തുൽ കഹ്ഫിൽ ആ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ മധ്യഭാഗത്ത് ആ തോട്ടക്കാരുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ച സന്ദർഭത്തിൽ സൂറത്തുൽ കഹ്ഫ് 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ 34-ാമത്തെ വചനത്തിൽ ആ തോട്ടക്കാരിൽ ഒരു വ്യക്തി അദ്ദേഹം നടത്തുന്ന കമന്റ്, അന അക്സറു മിൻക മാലൻ വ അഅ്സു നഫ്റ. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം ആ രൂപത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ആ തോട്ടം നശിപ്പിക്കുന്ന വലിയൊരു പരീക്ഷണം അദ്ദേഹം നേരിടേണ്ടി വന്നതല്ല ആ മനോഹരമായിട്ടുള്ള കഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് സംഭവിച്ച തെറ്റതായിരുന്നു. അതായത് അനുഗ്രഹങ്ങളെല്ലാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട സമ്പത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം തന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതിന്റെ തെളിവായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ സമ്പത്ത് എന്നുള്ളത്, ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് നൽകുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് ഖാറൂൻ. ആ ഖാറൂന് ഒരുപാട് സമ്പത്ത് നൽകിയ വ്യക്തിയായിരുന്നു. ആ ഖാറൂൻ ആ സമ്പത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ സമ്പത്ത് പല സന്ദർഭത്തിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയുടെ സൈനായിട്ട് സമ്പത്തിനെ മനസ്സിലാക്കാതിരിക്കുക. അപ്പൊ ഇതേ രൂപത്തിൽ ദുനിയാവില് സമ്പത്തും അനുഗ്രഹങ്ങളെല്ലാം നൽകപ്പെട്ട മറ്റുള്ള ആളുകളുടെ അഭിവൃദ്ധികളിലേക്ക് നോക്കിയിട്ട് ഒരിക്കലും അയാളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്കൊന്നും നൽകിയിട്ടില്ല, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മീതെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയില്ല, ആ രൂപത്തിൽ മറ്റൊരാളുടെ അനുഗ്രഹങ്ങളിലേക്ക് കണ്ണു വായിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുന്നവരാകരുതെന്ന് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ആയത്ത് സൂറത്തു ത്വാഹ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുന്നത്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മറ്റുള്ള ആളുകൾക്ക് ഞാൻ നൽകിയ ഈ ജീവിതത്തിൽ നൽകിയ അലങ്കാരങ്ങളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ പായിച്ച്, അതായത് മറ്റുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ദുനിയാവിൽ നൽകിയിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിലേക്കെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ലിനഫ്തിനഹും ഫീ, അവരെ ഫിത്നയായിട്ട് അല്ലെങ്കിൽ അവർക്ക് പരീക്ഷണമായിട്ടാണ് ഞാനത് നൽകിയത്, അത് അവരെ ഞാൻ തൃപ്തിപ്പെട്ടു എന്നുള്ളതിന്റെ സൈനായിട്ട് ആ രൂപത്തിൽ ചിന്തിച്ച് നിങ്ങൾ നിരാശപ്പെടാൻ പോകല്ലേ. ലിനഫ്തിനഹും ഫീ, അത് ഞാൻ അവർക്ക് പരീക്ഷണമായിട്ട് ഞാൻ നൽകപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നൽകപ്പെട്ട പരീക്ഷണ വസ്തുക്കളിലേക്ക് നോക്കി നിങ്ങൾ നിരാശപ്പെടാൻ പോകല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുകയാണ്. ആ പരീക്ഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽമാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തി ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തും സന്താനങ്ങളെല്ലാം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നൽകപ്പെട്ടതാണ്. അപ്പൊ അതെല്ലാം പരീക്ഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടും. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകി പരീക്ഷിക്കുന്നു, ചില ആളുകൾക്ക് നൽകാതെ ദാരിദ്ര്യം നൽകി പരീക്ഷിക്കുന്നു, ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങൾ നൽകി പരീക്ഷിക്കുന്നു, ചില ആളുകൾക്ക് നൽകാതെ പരീക്ഷിക്കുന്നു. എല്ലാം ഒരു പരീക്ഷണമാണ് ഈ ദുനിയാവ് എന്നുള്ളത്. നമുക്കറിയാം, ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തൊരു അനുഗ്രഹം മറ്റൊരാൾക്ക് ഉണ്ടെന്ന് കരുതി അതിലേക്ക് നോക്കി നിങ്ങൾ നിരാശപ്പെടാതെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ നന്ദിയുള്ളവരാവുക. അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കഥയിലും നമുക്ക് നൽകുന്ന മറ്റൊരു പാഠം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എല്ലാം നഷ്ടപ്പെട്ട സന്ദർഭത്തിലും
ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്ന, ആ ഭാര്യയോട് പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ സന്ദർഭത്തിലും ലഭിച്ച അനുഗ്രഹങ്ങളിലേക്കാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നതായിട്ടും അതിന് നന്ദി ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള പാഠം. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ നൽകുന്ന മറ്റൊരു പാഠം, ആ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടക്കത്തിൽ എല്ലാം ദുനിയാവിലെല്ലാം ലഭിച്ചവനായിരുന്നു, എല്ലാം ലഭിച്ചിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ അടുത്ത പോയിന്റിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ ഗ്രാഫ് കുത്തനെ താഴോട്ട് വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ദുനിയാവിന്റെ നൈമിഷികതയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദുനിയാവ് എന്നുള്ളത് ആ രൂപത്തിൽ ഒരു ഫ്ലക്ച്വേഷൻ ആണ്. അതായത് നമ്മളെ ECG ഗ്രാഫ് പോലെയാണ്. അത് ഒരു ഉയർച്ചയും താഴ്ചയും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള, അതായത് നമ്മുടെ സുഖദുഃഖങ്ങൾ, നമ്മുടെ അതേപോലെ തന്നെ സുഖദുഃഖങ്ങളും അതേപോലെ തന്നെ ലാഭനഷ്ടങ്ങളെല്ലാം രാപ്പകലുകൾ മാറി മാറി മറിയുന്നത് പോലെ ദുനിയാവിൽ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ദുനിയാവിൽ നിങ്ങൾ ഒരിക്കലും സെറ്റിലാകാൻ വേണ്ടി ഇവിടെ ശാശ്വതവാസത്തിനുള്ള പരിശ്രമം നടത്തല്ലേ. കാരണം ഈ ദുനിയാവ് നൈമിഷികാൻ. നിങ്ങൾക്ക് സെറ്റിലാകാനുള്ള സ്ഥലം ഇതല്ല, നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു സ്ഥലം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുനിയാവ് എന്നുള്ളത് ഇതേ രൂപത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പറയാറുണ്ട് യൗമുൻ ലക വ യൗമുൻ അലൈക. ചില ദിവസം നമ്മൾക്ക് അനുകൂലമായിരിക്കും, ചില ദിവസങ്ങൾ നമ്മൾക്ക് പ്രതികൂലമായിരിക്കും. അപ്പൊ അനുകൂലമാണെങ്കിലും പ്രതികൂലാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷ അർപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, അപ്പൊ നമ്മുടെ ദുനിയാവില് ഈ ജീവിതത്തിലുള്ള താഴ്ചകൾ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ അല്ലെങ്കിൽ ദുനിയാവിൽ ദുഃഖം വരുന്ന സന്ദർഭത്തിൽ, വല്ലാത്ത പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ നേരിടുന്ന സന്ദർഭത്തിൽ പിശാചിന്റെ സ്വാധീനം അങ്ങേയറ്റായിരിക്കും. കാരണം നമ്മളൊരു വീക്ക് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ പിശാചിന്റെ ദുർബോധനങ്ങൾ വല്ലാത്ത രൂപത്തിൽ പിശാച് നമ്മളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിലും പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറയുന്നുണ്ട്. നേരത്തെ ഞാൻ പറയാതെ വിട്ട ഒരായത്ത് സൂറത്തു സ്വാദിന്റെ 41-ാമത്തെ ആയത്താണ്. 41-ാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതിസന്ധി വേളയിൽ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നേരത്തേതിന് സമാനമായിട്ടുള്ള ഒരു പ്രാർത്ഥന, ഇദ്നാദാ റബ്ബഹു ഇന്നി മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വ അദാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ, നേരത്തെ മസ്സനിയ ലുറായിരുന്നു, ഇവിടെ ഇന്നി മസ്സനിയ ശൈത്വാൻ, പിശാച് എന്നെ അവശതയും പീഡനവും ഏൽപ്പിച്ചിരിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകമായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആ ഒരു ഘട്ടത്തിൽ അതിൽ നിന്നും സംരക്ഷണം ചോദിക്കാൻ. അതായത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് ബാധിച്ച ഈ രോഗത്തെക്കാൾ, ആ രോഗത്തിന്റെ കാഠിന്യത്തെക്കാൾ, അല്ലെങ്കിൽ എന്റെ സാമ്പത്തികമായിട്ടുള്ള ഇല്ലായ്മയേക്കാൾ, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം അവഗണനയേക്കാളെല്ലാം എനിക്ക് ഈ സമയത്ത് ഏറ്റവും പ്രയാസകരമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ദുരിതമായിട്ട്, അതിനേക്കാളെല്ലാം എനിക്ക് ദുരിതമായിട്ട് മാറിയത് പിശാച് ഈ ഒരു ഘട്ടത്തിൽ ദുർബോധനത്തിലൂടെ എന്നെ കീഴടക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിശാച് അവന്റെ നിരന്തരം ദുർബോധനത്തിലൂടെ എന്നെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ അല്ലാ, എന്നെ, അതായത് ഈ ഒരു ഘട്ടത്തിൽ എന്നെ നിന്നെക്കുറിച്ച് വേണ്ടാത്തത് ചിന്തിക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ കൈവിട്ട് എന്നെ നിരാശനാക്കാനും പിശാച് നിരന്തരം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ അല്ലാ, ഈ ഒരു സന്ദർഭത്തിൽ ശക്തമായിട്ട് നിന്നെക്കുറിച്ച് ആ ഹുസ്നുൽ ളന്ന് നിലനിർത്തി പ്രതീക്ഷയോടുകൂടെ നിലനിൽക്കാനുള്ള ഒരു കരുത്ത്, പിശാചിനെ നേരിടാനുള്ള ഒരു കരുത്ത് പ്രത്യേകമായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, ഇന്നി മസ്സനിയ ശൈത്വാൻ. അതാണ് 41-ാമത്തെ ആയത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ, ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുറുകെ പിടിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നമ്മൾ നിലനിർത്തുക, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നമ്മൾ കീഴടങ്ങാതിരിക്കുക. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവ്വാബ് എന്ന് സൂചിപ്പിച്ചത്. അതായത് നിരന്തരം അള്ളാഹുവിലേക്ക് ആ സന്ദർഭത്തിൽ മടങ്ങുക. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു പ്രതിസന്ധി വേളയിൽ അള്ളാഹിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുന്നതായിട്ട്, അവിടെ ആ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് കടന്നു വന്ന പദം അൻത അർഹമുർ റാഹിമീൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷ നിലനിർത്തുന്നവരായിട്ട് ആ സന്ദർഭത്തിൽ നമ്മൾ നിലകൊള്ളുക എന്നാണ്. അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഥയിലൂടെ നൽകുന്ന രണ്ടാമത്തെ പാഠം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ കടന്നു വരുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പാഠം, ആ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകളിൽ ഒന്ന്, പ്രധാനപ്പെട്ട ഒരു പാഠം സബ്റാണ്, ക്ഷമയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ക്ഷമക്കുള്ള അവാർഡ് ഇന്നാ വജദ്നാഹു സ്വാബിറൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് നൽകി. കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം, വർഷങ്ങളോളം ആ മാരകമായിട്ടുള്ള രോഗം അദ്ദേഹത്തെ ബാധിച്ച സന്ദർഭത്തിലും
അദ്ദേഹത്തിന്റെ സമ്പത്തും സന്താനങ്ങളെല്ലാം നഷ്ടപ്പെട്ട സന്ദർഭത്തിലും യാതൊരു പരാതിയില്ലാതെ, യാതൊരു ശക്വയും കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ തൃപ്തിപ്പെട്ട് അള്ളാഹിനെ കുറിച്ച് നല്ലത് ചിന്തിച്ച് പ്രതീക്ഷയോടുകൂടെ അള്ളാഹ്ക്ക് നന്ദി ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ജീവിക്കുകയാണ്. ക്ഷമയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ക്ഷമയുടെ വ്യത്യസ്ത ലെവലുകൾ പണ്ഡിതന്മാർ വേർതിരിച്ച സന്ദർഭത്തിൽ മഹാനായ പണ്ഡിതൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ക്ഷമയുടെ ഒരു ഘടകമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ക്ഷമയായിട്ട് സൂചിപ്പിച്ചത്, ഒരു മുസീബത്ത് വരുന്ന സന്ദർഭത്തിൽ പരാതികളില്ലാതെ അള്ളാഹിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ട് അള്ളാഹിനെ പ്രതീക്ഷയോടുകൂടെ നന്ദി ചെയ്ത് ജീവിക്കുക. അതാണ് സബറുൻ ജമീൽ. ആ ഒരു വലിയ ക്ഷമയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കാണിച്ചത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് ആ ചരിത്രം ഉദ്ധരിക്കുന്നത് സമാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ വന്നേക്കാം. നമുക്കും അതേ രൂപത്തിൽ സമ്പത്തും സന്താനങ്ങളും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നമ്മളും വിധേയമാക്കപ്പെട്ടേക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 വചനത്തിൽ വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതായത് നിങ്ങളെ വിശപ്പ് കൊണ്ടും അതേപോലെ തന്നെ ഭയം കൊണ്ടും സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും നഷ്ടം കൊണ്ടെല്ലാം ഞാൻ പരീക്ഷിക്കപ്പെടും. ആ സന്ദർഭത്തിൽ വബശ്ശിരിസ് സാബിരീൻ, ക്ഷമ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത. അപ്പൊ ക്ഷമ മുറുകെ പിടിക്കാനുള്ള റോൾ മോഡൽ, ആ ക്ഷമ എങ്ങനെയാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിച്ചു തരാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ക്ഷമ എന്നുള്ളത് മറ്റൊരു കാര്യം. ക്ഷമ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട് മുസീബത്തുകളിൽ മാത്രമല്ല നമുക്ക് ക്ഷമ വേണ്ടത്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്, ക്ഷമ നമുക്ക് അതേപോലെ തന്നെ അസ്സബ്റു അലാ ത്വഅ അല്ലെങ്കിൽ അസ്സബ്റു അലാ മആസി, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാൻ, അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനും നമുക്ക് ക്ഷമ ആവശ്യമാണ്. ഇപ്പൊ ഒരാൾ തെറ്റിലേക്ക് പോകാതെ അദ്ദേഹത്തിന്റെ ദേഹേച്ഛകളെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് ക്ഷമ ആവശ്യമുണ്ട്. അതും ക്ഷമയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മളെ പ്രയാസകരമായിട്ട് ഇപ്പൊ നോമ്പ് നിർവഹിക്കണമെങ്കിൽ വലിയ ക്ഷമ ആവശ്യമുണ്ട്, നമുക്കറിയാം. അതേപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കണമെങ്കിലൊക്കെ അള്ളാഹിനെ അനുസരിക്കുന്നതിലും അതും ക്ഷമയുടെ വ്യത്യസ്ത ഭാഗമാണ്. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ ക്ഷമിച്ച ക്ഷമ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുറുകെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വബശ്ശിരിസ് സാബിരീൻ, അത്തരക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുള്ളത്. ക്ഷമിച്ച ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തിട്ടുള്ളത്. ആ സ്വർഗം എന്നുള്ളത് അങ്ങേയറ്റം വിലപിടിപ്പുള്ള വസ്തു. അത് ഫ്രീ ആയിട്ട് നിസ്സാരമായിട്ട് ലഭിക്കുന്ന ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതന്നെ സൂറത്തുൽ ബഖറയിലെ 214 വചനത്തിൽ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതായത് നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ, ആ ആളുകൾ നിരവധി ത്യാഗങ്ങൾ, നിരവധി മുസീബത്തുകൾ, നിരവധി ത്യാഗങ്ങൾ അവര് സഹിക്കേണ്ടി വന്നു. അവര് സഹിച്ച ആ ത്യാഗമൊന്നും സഹിക്കാതെ ആ സ്വർഗത്തിലേക്ക് തദ്ഖുലുൽ ജന്നത, നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് നിസ്സാരമായിട്ടാണ് കടന്നു പോകാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ആ സ്വർഗം നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവരാ ത്യാഗത്തിൽ അവരാ ക്ഷമയെ മുറുകെ പിടിച്ച് അതേ രൂപത്തിൽ നമ്മുടെ മുസീബത്തുകൾ, നമുക്ക് വന്ന പ്രതിസന്ധികളിൽ ക്ഷമ മുറുകെ പിടിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലാകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്വർഗം അത് നമുക്ക് നൽകുമെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അലാ ഇന്ന സിൽഖത്തല്ലാഹി ഗാലിയ അലാ ഇന്ന സിൽഖത്തല്ലാഹിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചരക്ക് എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ളതാണ്. അള്ളാഹിന്റെ ആ ചരക്ക് എന്നുള്ളത് സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിന് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ വിലകളിൽ ഒന്ന് എന്നുള്ളത് ആ സ്വർഗം നമുക്ക് വിലക്ക് വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല മുതലെന്നുള്ളത് ഒന്ന് സബറാണ്, ക്ഷമയാണ്. ക്ഷമ എന്നുള്ളത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് അള്ളാഹിന്റെ കണ്ണിൽ. ആ ക്ഷമ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഅദിന്റെ 24 വചനത്തിൽ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സലാമുൻ അലൈക്കും ബിമാ സബർതും, അതായത് വദ്ഖുലുൽ ജന്നത ബിമാ സബർതും, നിങ്ങൾ ആ ക്ഷമ മുറുകെ പിടിച്ചത് കാരണം നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുക. അപ്പൊ സ്വർഗത്തിനുള്ള ആ വിലയിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആ സബറാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും അസ്സബ്റു റഅ്സുൽ ഈമാൻ, ഈമാന്റെ റഅ്സ് അല്ലെങ്കിൽ ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയെ വിശേഷിപ്പിക്കാനുള്ള കാരണം അത്രയേറെ പ്രയാസമാണ് ക്ഷമ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മുസീബത്ത് വരുന്ന സന്ദർഭത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ആ ഒരു മുസീബത്ത് വരുന്ന സന്ദർഭത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മോണിറ്റർ ചെയ്യുന്നുണ്ട്. വാക്കുകൾ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സൂറത്ത് മുഹമ്മദ്
സൂറത്ത് മുഹമ്മദിന് 31-ാമത്തെ വചനത്തിൽ വല നബുലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീന വനബുലുവ അഖ്ബാറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് മുസീബത്തുകൾ വരുന്ന സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുടെ ക്ഷമയും അതേപോലെ തന്നെ വനബുലുവ അഖ്ബാറക്കും, നിങ്ങളുടെ വാക്കുകളും പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? മുസീബത്തുകളെല്ലാം ഏൽക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് നിങ്ങൾ വാക്കുകൾ നാവുകൊണ്ട് പ്രതികരിക്കുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് ആ പരീക്ഷണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വലിയൊരു മുസീബത്തിനെ കുറിച്ചുള്ള ആ ഒരു വാർത്ത കേൾക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ നടത്തുന്ന പ്രതികരണം, ആ പ്രതികരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നിരീക്ഷിക്കുന്ന അല്ലാഹുമ്മ ഒരു പ്രത്യേക പ്രാർത്ഥനയും റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ പഠിപ്പിച്ചു. അല്ലാഹുജ്ജുർനി ഫി മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹ. ആരെങ്കിലും ഈ പ്രാർത്ഥന എങ്ങാനും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, മുസീബത്ത് ലഭിച്ച ഉടനെ തന്നെ ആ രൂപത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നല്ലത് നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമെന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ചരിത്രമെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നതാണ്. അതിലേക്കും പോകുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ഏത് രൂപത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിൽ ഭാര്യ വന്ന് പറഞ്ഞ സന്ദർഭത്തിൽ, ഭാര്യ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രതിസന്ധി വേളയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുക. അതായത് കഴിഞ്ഞ 70 വർഷത്തോളം അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു. ഒരല്പകാലം ആ പരീക്ഷണം വരുന്ന സന്ദർഭത്തിലേക്ക് ആ അനുഗ്രഹങ്ങൾ നമ്മൾ മറക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. വലിയ പരീക്ഷണ ഘട്ടത്തിലും അനുഗ്രഹങ്ങളിലേക്ക് നോക്കി, ആ നഷ്ടപ്പെട്ടതിലേക്ക് നോക്കാതെ ലഭിച്ചതിലേക്ക് നോക്കി അതിനെ സ്മരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ പോകാറില്ല. പക്ഷെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രൂപത്തിൽ ഓർക്കുക വഴി ആ ഒരു കാര്യത്തിലും നമുക്ക് മാതൃകയാവുകയാണ്. സുബ്ഹാനല്ലാഹ്. നാലാമതായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ഏതൊരാൾക്കും പ്രതിസന്ധി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ലോകത്ത് വിശ്വാസി അവിശ്വാസി എന്ന് വ്യത്യാസമില്ലാതെ ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഇതേ രൂപത്തിൽ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ആ പരീക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവടിയാതെ നമ്മൾ ക്ഷമ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ ആ ക്ഷമ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തുറന്നു തരും എന്നുള്ള. ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, സൂറത്തു ത്വലാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെങ്കിലും അള്ളാഹിനെ സൂക്ഷിക്കുമെങ്കിൽ അവർക്ക് മുമ്പിൽ ഒരു എക്സിറ്റ്, ഒരു മഖ്റജ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം ആ പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ ഫസ്തജബ്നാ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാരിദും വ ശറാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം നൽകി ആ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തെ കരകയറ്റുകയാണ്. അപ്പൊ ഈ പ്രതിസന്ധി വേളകളിൽ ക്ഷമ മുറുകെ പിടിച്ച് പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഇരുട്ടുമൂടിയ ഒരു ടണലിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് മനസ്സിൽ സങ്കല്പിക്കുക. അപ്പൊ ആ ഇരുട്ടുമൂടിയ ടണലിനകത്തുകൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പുറത്തുള്ള വെളിച്ചത്തെ നമ്മൾ പ്രകീർത്തിക്കും, വെളിച്ചത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കും. അതേ സന്ദർഭത്തിൽ ആ യാത്ര നമ്മൾ അവിടെ അവസാനിപ്പിക്കാതെ യാത്ര നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പ്രതീക്ഷയോടുകൂടെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടണലിന്റെ പുറത്ത് വലിയൊരു വെളിച്ചുള്ള ലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതേ രൂപത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ക്ഷമ മുറുകെ പിടിച്ച സന്ദർഭത്തിൽ പിന്നീട് ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നൽകിയതിനേക്കാൾ ഇരട്ടിയായിട്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുകയാണ്. വഅതൈനാഹു മിസ്ലഹു മഅഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച അല്ലെങ്കിൽ ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ള. ചില സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും എടുത്ത എന്താണോ അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഇപ്പൊ സമ്പത്ത് നിങ്ങളിൽ നിന്ന് 100 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 200 ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും. അതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മളിൽ നിന്നും പരീക്ഷണമായിട്ട് എടുത്തത് അത് ഇരട്ടിയായിട്ട് ചില സന്ദർഭത്തിൽ തിരിച്ചു തരും. ചില സന്ദർഭത്തിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
അത് ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുക എന്നുള്ള. പരലോകത്ത് ഇരട്ടിയാണ്. നമുക്കറിയാം പരലോകത്തുള്ള പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ, മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് പല സന്ദർഭത്തിൽ നമ്മൾ കേട്ടതാണ്. മരണാന്തര ജീവിതത്തിൽ ദുനിയാവിൽ ഇതേ രൂപത്തിൽ നിരവധി മുസീബത്തുകൾ സഹിക്കേണ്ടി വന്നൊരു വ്യക്തി അവിടെ എത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സ്വർഗം ഒരു തവണ കാണിക്കുമെന്നുള്ള, സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്ന ഹദീസിലുള്ളത്. സ്വർഗം ഒരു തവണ അദ്ദേഹത്തെ കാണിക്കും. കാണിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ദുനിയാവില് നീ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച് ഇപ്പൊ എന്ത് പറയുന്നു? ആ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹിനോട് തിരിച്ചു ചോദിക്കത്രേ, എന്ത് പ്രയാസം? ദുനിയാവിൽ ഞാൻ എന്താണ് അതിനനുഭവിച്ചതെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കും. അതായത് ദുനിയാവിൽ അദ്ദേഹം അത്രയും കാലം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെല്ലാം ഒരു സ്വർഗം ഒരു തവണ കാണുന്നതോടുകൂടെ അദ്ദേഹം മുഴുവൻ മറന്നു പോവാണ്. അത്രയും വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആ സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അതേ സന്ദർഭത്തിൽ അതിന്റെ ഒരു മറുവശം, ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ മുഖം തിരിയുന്ന മറ്റൊരു വിഭാഗത്തെയും പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രതിസന്ധികൾ വരുമ്പോഴേക്കും അള്ളാഹിനെ കുറിച്ച് തെറ്റായിട്ട് ചിന്തിച്ച് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് നിരാശനായിട്ട് അള്ളാഹ്ക്കെതിരെ, അള്ളാഹിന്റെ കൽപ്പനകൾക്ക് എതിരെ തിരിയുന്ന ഒരു വിഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് അത്തരം വിഭാഗത്തെ ചിത്രീകരിക്കുന്നുണ്ട് സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ ചില ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹം എല്ലാം നൽകിയാല് അവര് എന്റെ മേലെ വല്ലാതെ തൃപ്തിപ്പെടും. അവർ അള്ളാഹിന്റെ മീതെ വല്ലാത്ത തൃപ്തിയായിരിക്കും. അതായത് നിരന്തരം ബിസിനസ്സിലെല്ലാം ഉയർച്ചയാണ്, ജീവിതത്തിലൊരു പ്രയാസമില്ല, ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ മാത്രമാണെങ്കിൽ അവർ അള്ളാഹിനെ കുറിച്ച് ധാരാളം അവർ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവർ നമസ്കരിക്കാനെല്ലാം മുന്നത്തെ സഫിലുണ്ടാകും, എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ അതേ സന്ദർഭത്തിൽ അതിന്റെ ഒരു മറുവശം ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു, ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതേ ആളുകൾക്ക് ഒരൽപ്പം ഉപജീവനം ഞാനെങ്ങാനും ഇടുക്കിയാൽ ഫഖദറ അലൈഹി റിസ്ഖഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ബിസിനസ് എല്ലാം നന്നായിട്ട് പോവായിരുന്നു, പെട്ടെന്ന് അതിലൊരു ലോസ് വന്നു, അതിലൊരു വലിയ നഷ്ടം വന്നു, എന്തെങ്കിലും ഒരു പ്രയാസം ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ ഫയഖൂലു റബ്ബി അഹാനൻ, അവർ പറയാൻ തുടങ്ങും, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അപമാനിച്ചിരിക്കുന്നു. പല രൂപത്തിലായിട്ട് അവർ അള്ളാഹിനെ പഴിക്കാൻ തുടങ്ങും. നഊദു ബില്ലാഹ്. ചില ആളുകൾ അള്ളാഹിനെ ചോദ്യം ചെയ്യാറുണ്ട്, ചില ആളുകൾ നിഷേധികളായിട്ട് തന്നെ ആ സന്ദർഭത്തിൽ മാറാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹിനെ മറക്കും, അള്ളാഹിനെ എതിർത്തവർ പറയാൻ തുടങ്ങും, പിന്നീട് അവർ നമസ്കരിക്കില്ല, അള്ളാഹിന്റെ കൽപ്പനകളെല്ലാം ധിക്കരിക്കുന്നവരായിട്ട് മാറും എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവണത വളരെ കൃത്യമായിട്ട് അവിടെ സൂചിപ്പിക്കുകയാണ്. ഇതെല്ലാം ജീവിക്കുന്ന അനുഭവങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ പല ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പ്രവണതയെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എതിരെ തിരിയാനുള്ള ആളുകൾ ആ രൂപത്തിൽ ചിന്തിക്കാനുള്ള കാരണം അവരുടെ ഈമാൻ വേണ്ട രൂപത്തിൽ അടിയുറക്കാത്തതാണ്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗവും കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 11-ാമത്തെ ആയത്ത്, മനോഹരമായിട്ടുള്ള ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജനങ്ങളുടെ ഇടയിൽ ചില ആളുകളുണ്ട്, അവര് ഒരു വക്കത്തിരുന്ന്, ഒരു അറ്റത്തിരുന്ന് അള്ളാഹിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് അവര് ഒരു അറ്റത്തിരുന്ന് അള്ളാഹിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ജനങ്ങൾക്കിടയിലുണ്ട്. ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം ഫഇൻ അസാബത്ഹു ഖൈറൻ ഇത്മഅന്ന ബിഹി. അതായത് അത്തരം ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ അവർ സമാധാനമടെ, അതായത് അള്ളാഹിനെ കുറിച്ച് അവർ നല്ല രൂപത്തിൽ അവർ ജീവിക്കും. വ ഇൻ അസ്വാബത്ഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹിഹി. എന്തെങ്കിലും ഒരു പ്രയാസം ജീവിതത്തിലേക്ക് വന്നാൽ ഉടനെ തന്നെ അവർ മുഖം തിരിയും, അള്ളാഹ്ക്കെതിരെ അവർ മുഖം തിരിഞ്ഞ് നടക്കുമെന്നുള്ള. അല്ലാഹുമ്മ ലാ തജ്അൽനാ മിൻഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹുമ്മ ആമീൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർക്കുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് അവസാനം പറയുന്നത് ഖസിറത് ദുനിയ വൽ ആഖിറ. രണ്ടും നഷ്ടപ്പെട്ട ആളുകളാണ് അവർ. ദുനിയാവ് അവർക്ക് നഷ്ടം, ആഖിറത്തും നഷ്ടം. കാരണം ദുനിയാവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഭവിക്കുന്നത് അതിവിടെ അനുഭവിക്കും വേണം. ഇനി ആഖിറത്തിൽ പോയാലോ അവിടെയും നഷ്ടമാണ്. രണ്ടും നഷ്ടപ്പെട്ട ആളുകൾ.
അപ്പം അതായത് അവർ രണ്ട് നഷ്ടപ്പെടാനുള്ള കാരണം അവർ ഒരു അറ്റത്തിരുന്നുകൊണ്ട് അള്ളാഹിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ സാഹചര്യം അനുകൂലമാകുന്ന സന്ദർഭത്തിൽ മാത്രം അള്ളാഹിനെ ആരാധിക്കുക, സാഹചര്യം പ്രതികൂലമാകുന്നതോടുകൂടി അള്ളാഹിനെ മറന്ന് ജീവിക്കുന്ന ഒരറ്റത്തിരുന്ന് ഒമിനന്നാസിമായ അബ്ദുല്ലാഹ അല ഹർഫ് ഒരറ്റത്തിരുന്ന് ആരാധിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ പല സന്ദർഭത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ അള്ളാഹ്ക്കെതിരെ തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ള സുബ്ഹാനല്ലാഹ്. അതേ സന്ദർഭത്തിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സന്ദർഭത്തിൽ ക്ഷമ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരക്കാർക്ക് വമ്പിച്ച പ്രതിഫലം, സ്വർഗമാകുന്ന പ്രതിഫലം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമെന്നുള്ള ആ സ്വർഗ്ഗലോകത്ത് കടക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.